ബിഗിനേഴ്സ് ഒക്കെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മേക്കപ്പ് റുട്ടീൻ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഫേസ് ക്ലെൻസിങ് ആണ്. നമ്മുടെ നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് ഒക്കെ ക്ലെൻസ് ചെയ്ത് നമ്മുടെ ചർമ്മത്തിൽ അഴുക്കൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മോയ്സ്ചറൈസിങ് ക്രീമാണ്. സോ നമ്മുടെ സ്കിൻ എപ്പോഴും നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചർമ്മത്തിൽ പാച്ചിങ് ഒന്നും ഉണ്ടാകാതെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പറ്റിപ്പിടിച്ചിരിക്കാതെ കറക്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നല്ല ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യുക. സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം വാങ്ങുക കേട്ടോ. പ്രൈമറാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ പ്രൈമർ ഇല്ലെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പ്രൈമർ ഉണ്ടെങ്കിൽ പ്രൈമർ അപ്ലൈ ചെയ്യാവുന്നതാണ്. കുറച്ച് എമൗണ്ട് പ്രൈമർ എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഇതിനിടയ്ക്കൊക്കെ നല്ല ഗ്യാപ്പ് കൊടുക്കണം. അതായത് പ്രൈമർ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അതുപോലെ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, എന്നിട്ട് അത് നന്നായിട്ട് അബ്സോർബ് ആയതിനു ശേഷം മാത്രം അടുത്തത് അപ്ലൈ ചെയ്യുക. സോ ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു നല്ല സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് മസ്റ്റ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ചൂടാണല്ലോ. സോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഫേസിൽ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ വിടരുത്. നമ്മളിപ്പോൾ മേക്കപ്പ് പ്രോഡക്ട്സ് എന്ത് അപ്ലൈ ചെയ്താലും അത് കഴുത്തിൽ കൂടെ അപ്ലൈ ചെയ്യുക. അതുപോലെ ചെവിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ കഴുത്തിൽ വേറൊരു ഷെയ്ഡ്, അതുപോലെ നമ്മുടെ ഫേസിന് വേറൊരു ഷെയ്ഡായിരിക്കും. സോ നന്നായിട്ട് സൺസ്ക്രീനും എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആയിരിക്കണം. സോ ഫൗണ്ടേഷൻ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരേപോലെ വരണം. നമ്മുടെ ഫേസിന്, നമ്മുടെ സ്കിൻ ടോണിന് കറക്റ്റായിട്ട് മാച്ച് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുക. പിന്നെ തുടക്കമൊക്കെ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഒക്കെ എടുക്കുക. ഒരു മീഡിയം കവറേജ് ഒക്കെ വരുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ മീഡിയം ടു ഫുൾ കവറേജ് വരുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻസ് ഒക്കെ ഉണ്ട്. സോ അത്തരത്തിലുള്ള ഫൗണ്ടേഷൻസ് ഒക്കെ വാങ്ങിക്കുക. പിന്നെ നല്ല ഒരു സ്പഞ്ചോ അല്ലെങ്കിൽ നല്ല ഒരു ബ്രഷോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒരു പാച്ചിങ്ങും കാണാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫൗണ്ടേഷൻ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ ആയിരിക്കും. സോ ലൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഒക്കെ ആ സമയത്ത് സെലക്ട് ചെയ്യുക. നമുക്ക് പലതരത്തിലുള്ള ഫൗണ്ടേഷൻസ് ഉണ്ട്. ലിക്വിഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പം സ്റ്റിക്ക് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ഉണ്ട്, സ്പ്രേ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ നോർമൽ ആയിട്ട് എടുക്കുമ്പോൾ ലിക്വിഡ് ഫൗണ്ടേഷൻ ആയിരിക്കും കുറച്ചുകൂടി ബ്ലെൻഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും എളുപ്പമാവുക. കൺസീലർ, നല്ല ഒരു കൺസീലർ ആയിരിക്കണം നെക്സ്റ്റ്. അതായത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. അതായത് നമുക്ക് ബ്ലെമിഷസോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സോ ചെറിയ പിഗ്മെന്റേഷനോ അൺഈവൻ സ്കിൻ ടോണോ ഒക്കെ കാണുന്നുണ്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് കൺസീലർ അപ്ലൈ ചെയ്യുക. എസ്പെഷ്യലി നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ലിപ്സിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ ഡാർക്ക്നെസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ ഫോർഹെഡിൽ അവിടെയൊക്കെ ആയിട്ടായിരിക്കുന്നത് നമ്മൾ മെയിനായിട്ട് കുറച്ച് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈവൻ ടോൺ അല്ലാതായിട്ട് ഉണ്ടാവുക. സോ അവിടെ ഒക്കെ നന്നായിട്ട് കൺസീലർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ല കൺസീലർ ബ്രഷ് ഉണ്ടാവും അല്ലെങ്കിൽ സ്പഞ്ച് യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കൺസീലറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ഇൻ കേസ് നമുക്ക് ഫേസിന് നല്ലൊരു ഡെഫിനിഷൻ കൊടുക്കണം, നല്ലൊരു ഷേപ്പിൽ ഫേസ് എടുക്കണം, നമ്മൾ കുറച്ച് ബബ്ലി ആയിട്ടുള്ള ആളുകളാണ്, അല്ലെന്നുണ്ടെങ്കിൽ ജോ ലൈനൊക്കെ നന്നായിട്ട് ഷേപ്പായിട്ട് കാണിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കോൺടൂർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സോ കോൺടൂർ എടുത്തിട്ട് നമ്മുടെ ചീക്സിൽ, അതുപോലെ തന്നെ ജോ ലൈനിൽ, ഫോർഹെഡിൽ, അതുപോലെ നോസിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാനൊക്കെ ആയിട്ട് നന്നായിട്ട് നല്ലൊരു കോൺടൂർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ കോൺടൂറിങ്ങിൻ്റെ സ്റ്റിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. നമ്മൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്താലും മതിയാകും. പിന്നെ പൊതുവേ ലിപ്സ്റ്റിക്ക് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന അത്ര നല്ല അല്ലെങ്കിലും അതില്ല എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് വിടാവുന്നതാണ്. ബിഗിനർ എന്ന നിലയിൽ കോൺടൂർ ഒന്നും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതൊക്കെ പതുക്കെ ഗ്രാജുവലി നമ്മൾ പഠിച്ചു വന്നു കഴിയുമ്പോൾ ചെയ്താൽ മതിയാകും. സോ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട വേറെ കാര്യം ബ്ലഷ് ആണ്. ബ്ലഷ് മസ്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ ഫേസ് എല്ലായിടത്തും ഒരേ ഷെയ്ഡിലായിരിക്കും ഉണ്ടാവുക. സോ നമുക്കൊരു ചെറിയൊരു ബ്ലഷ് അല്ലെങ്കിൽ
നമുക്കൊരു ചെറിയൊരു റെഡ്നെസ് ഫേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ബ്ലഷ് യൂസ് ചെയ്യാം. സോ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ലൂസ് പൗഡർ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നന്നായിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുക. കോമ്പാക്റ്റ് ഒക്കെ വെച്ചിട്ട് എല്ലാ കഴുത്തിലാണെങ്കിലും നമ്മുടെ ഫേസിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് കോമ്പാക്റ്റ് യൂസ് ചെയ്യുക. കോമ്പാക്റ്റ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ആ സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐ ഷാഡോ ആണ്. ഐ ഷാഡോ നമ്മുടെ ക്രീസിലും അതുപോലെ തന്നെ ലിഡിലും ലിഡിലും ക്രീസിലും ഒക്കെ നന്നായിട്ട് ഐ ഷാഡോ യൂസ് ചെയ്യുക. ഫസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പ്രൊഫഷണൽ ആക്കാൻ വേണ്ടിയിട്ട് ലിഡിൽ ഒരു ഷെയ്ഡ് എടുത്തിട്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് നമുക്ക് ഐ ക്രീസിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഐലിഡിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിന് ശേഷം ചെയ്യേണ്ടത് മസ്കാരയാണ്. നല്ല ഒരു മസ്കാര വെച്ചിട്ട് നമ്മൾ ഐലൈനർ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, ജസ്റ്റ് മസ്കാര അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. മസ്കാര അപ്ലൈ ചെയ്തിട്ട് കൺപീലികൾ നന്നായി വിടർത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐലൈനർ യൂസ് ചെയ്യാം, കാജൽ വേണമെങ്കിൽ കാജൽ യൂസ് ചെയ്യാം. നമുക്ക് നേരെ തല തിരിച്ചും ചെയ്യാം കേട്ടോ. ആദ്യം ഐലൈനറും കാജലൊക്കെ യൂസ് ചെയ്തിട്ട് അതിനുശേഷം വേണമെങ്കിൽ മസ്കാര യൂസ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഐലൈനറും കാജലും സ്കിപ്പ് ചെയ്താലും മസ്കാര സ്കിപ്പ് ചെയ്യാതിരിക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം ലിപ് ഷെയ്ഡാണ്. നല്ലൊരു നിങ്ങൾ ലിപ് ലൈനർ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് നല്ലൊരു ലിപ് ബാം ഇട്ട് ചുണ്ടുകളൊന്ന് ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം വേണം നമ്മളൊരു നല്ല ലിപ്സ്റ്റിക് ഇടാൻ. ചുണ്ടുകളിൽ ഡ്രൈ ആയിട്ട് ലിപ്സ്റ്റിക് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ നല്ലൊരു ലിപ് ഷെയ്ഡ്, ന്യൂഡായിട്ടുള്ള ലിപ് ഷെയ്ഡൊക്കെ ആയിരിക്കും ഫസ്റ്റ് നല്ലത്. സോ ഗ്രാജുവലി നമുക്ക് ഇതിൽ നിന്ന് മേക്കപ്പ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഒരു നല്ല സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുക. മേക്കപ്പ് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നത്. സോ ഒരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഗ്രാജുവലി നന്നായിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് പതുക്കെ 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 നമുക്ക് ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് മാറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെരിമെന്റ്സ് ഒക്കെ കൂടെ കൊണ്ടുവരികയോ ഒക്കെ ചെയ്യാവുന്നതാണ്. സോ ഒരു ബിഗിനർ എന്ന നിലയിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് എന്നൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.